വീണ്ടും ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തമായ പ്ലാന്റുകളെ കുറിച്ച് പരിചയപ്പെടാം. അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും അതിൻ്റെ കെയറുകൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഗാർഡൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. ആദ്യമായി പരിചയപ്പെടാൻ പോകുന്ന ചെടിയാണ് കലാത്തിയ ഒർണാട്ടോ. ഇതിൻ്റെ ഇലകൾക്ക് ഒരു ഭാഗത്ത് നല്ല മെറൂൺ കളറും മറുഭാഗത്ത് ഗ്രീനിൽ വൈറ്റ് ലൈനുകളും പിങ്ക് കളർ ഷെയ്ഡുമുള്ള ഈ ചെടിക്ക് പീകോക്ക് പ്ലാന്റ് എന്നും പറയപ്പെടുന്നുണ്ട്. ജലാംശം എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഈ ചെടി ഒരു നല്ല ഇൻഡോർ പ്ലാന്റ് കൂടിയാണ്. മാത്രവുമല്ല നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് കൂടിയാണ്. രാത്രികാലങ്ങളിൽ ഇലകൾ പൂട്ടി പുലർച്ചെ ഇലകൾ തുറന്നു കിടക്കുന്ന ഒരു സ്വഭാവമുള്ള നല്ലൊരു പ്ലാന്റായി നമുക്കിതിനെ തിരഞ്ഞെടുക്കാം. ഒട്ടും വെയിൽ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ്. വെയിൽ തട്ടിയാൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. പച്ചക്കറിയുടെ വേസ്റ്റും ചാണകപ്പൊടിയും മുട്ടയുടെ തൊണ്ടുമാണ് ഞാനിതിന് വളമായി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അഗ്ലോണിമ ലിപ്സ്റ്റിക് പരിചയപ്പെടാം. മോസ്റ്റ് പോപ്പുലർ ഇൻഡോർ പ്ലാന്റ് എന്നാണ് അഗ്ലോണിമ ലിപ്സ്റ്റിക്കിനെ പറയപ്പെടുന്നത്. വളരെ കളർഫുൾ ആയതുകൊണ്ട് തന്നെ ഇത് ഇൻഡോർ ഗാർഡന് വളരെ ഭംഗിയേകുന്ന ഒരു ചെടിയാണ്. ഇതൊരു ചൈനീസ് പ്ലാന്റ് ആണ്. ഈസി ഗ്രോയിങ് ആണ്, അട്രാക്റ്റീവ് ആണ്, ലോ ലൈറ്റ് പ്ലാന്റുമാണ്. കൂടുതൽ വെള്ളം ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ് അഗ്ലോണിമ ലിപ്സ്റ്റിക്. വെള്ളം കൂടുതലായാൽ ഇലകൾ ചീഞ്ഞ് ചെടി നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫാസ്റ്റ് ഗ്രോയിങ് ആണ്, അതോടൊപ്പം തന്നെ എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ്. മുട്ടയുടെ തൊണ്ടും ചാണകപ്പൊടിയും വെജിറ്റബിൾ വേസ്റ്റുമൊക്കെ തന്നെയാണ് ഇതിനും ഞാൻ വളമായിട്ട് കൊടുക്കാറുള്ളത്. ഇനി നെക്സ്റ്റ് പ്ലാന്റ് പരിചയപ്പെടാം. കോർഡിലൈൻ ഫ്രൂട്ടിക്കോസ ചോക്ലേറ്റ് ക്യൂൻ എന്നാണ് ഇതിൻ്റെ പേര്. പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ തന്നെയാണ് ഇതിൻ്റെ വളർച്ചയും. വളരെ മന്ദഗതിയിലാണ് ഇത് വളർന്ന് വലുതായി കിട്ടുന്നത്. തണ്ട് മുറിച്ചാണ് നമ്മളിതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത്. സൂപ്പർ എവർഗ്രീൻ പ്ലാന്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ്. പുതുതായി വരുന്ന ഇലകൾക്ക് നല്ല ചോക്ലേറ്റിൻ്റെ കളറാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആവാം ഇതിന് ചോക്ലേറ്റ് ക്യൂൻ എന്ന് പേര് വന്നത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ വിപണിയിൽ ലഭ്യമാണ്. ഇതും നമുക്ക് നല്ലൊരു പ്ലാന്റായിട്ട് തിരഞ്ഞെടുക്കാം. ഇനി നെക്സ്റ്റ് പ്ലാന്റിനെ പരിചയപ്പെടാം. ഫിലോഡെൻഡ്രോൺ ഗ്ലോറിയോസം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് അല്പം എക്സ്പെൻസീവായ ഒരു ചെടിയാണ്. മെച്യൂരിറ്റി എത്തിയ ചെടികൾക്ക് മാത്രമേ ഇലകളിൽ വൈറ്റ് കളർ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രോയിങ് ആണ്. 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനൊരു തൈ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇലകൾക്ക് ഒരു വെൽവെറ്റ് അപ്പിയറൻസ് കാണാൻ സാധിക്കും. ഇതൊരു ടോക്സിറ്റി പ്ലാന്റ് കൂടിയാണ്. ഒരു 90 സെൻറ്റിമീറ്റർ ഉയരത്തിൽ മാത്രമേ ഇതിൽ വളർച്ചയുണ്ടാവുകയുള്ളൂ. അതിൽ കൂടുതൽ ഇത് വളരുന്ന ഒരു ചെടിയല്ല. വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടി തന്നെയാണ്. വളമായി നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റും മുട്ടയുടെ തൊണ്ടുമൊക്കെ ചേർത്ത് കൊടുത്ത് അതിന് മുകളിൽ അല്പം മണ്ണ് കൂടി ഇട്ട് കൊടുക്കുക. ഇതൊരു കൊളംബിയൻ പ്രോഡക്റ്റ് കൂടിയാണ്.
ഇതും നമ്മുടെ ഗാർഡനിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ നട്ടു വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റായി നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന പ്ലാന്റിൻ്റെ പേരാണ് കലാത്തിയ റാറ്റൽ സ്നേക്ക്. ഇത് ബ്രസീലിയൻ മഴക്കാടുകളിൽ നിന്നുമാണ് ഇതിൻ്റെ ഉത്ഭവം. നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇൻഡോറാണ്. 30 ഇഞ്ച് മുതൽ 76 സെൻറ്റിമീറ്റർ വരെ ഇതിൻ്റെ ഇലകൾക്ക് നീളമുണ്ടാവുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് ആയ ഈ ഇലകളുടെ പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ പേരിന് റാറ്റൽ സ്നേക്ക് എന്ന് വരാനുള്ള കാരണം. വളരെ കുറച്ച് മാത്രം ജലം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. സ്ലോ ഗ്രോയിങ് ആണ്. എന്നാലും ഗാർഡനിൽ നല്ല ഭംഗി തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് റാറ്റൽ സ്നേക്കിനെ പെടുത്താവുന്നതാണ്. ഇനി അല്പം വ്യത്യസ്തമായ ഒരു പ്ലാന്റാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് എയ്ച്ച്മിയ സീബ്ര പ്ലാന്റ്. ഇത് ബ്രസീലിയൻ മഴക്കാടുകളിൽ നിന്നുമാണ് ഉത്ഭവം. ആമസോൺ സീബ്ര പ്ലാന്റ് എന്നും ഇതിന് പേരുണ്ട്. ഇത് 2 ഫീറ്റ് മുതൽ 3 ഫീറ്റ് വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. നല്ല ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്. വളരെ ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിനുണ്ടാവുക. ആഴ്ചകളോളം ഈ ഫ്ലവർ നീണ്ടു നിൽക്കുന്നുണ്ട്. വളരെ സ്ലോ ഗ്രോയിങ് ആണ്. തൈകൾ ഇതുപോലെ പൊട്ടിയുണ്ടാകുന്നത് മുറിച്ചെടുത്ത് ഡെക്കറേറ്റീവ് പ്ലാന്റായി നമുക്ക് വളർത്താവുന്നതാണ്. ഇനി അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് ലേഡി വാലന്റൈൻ അഗ്ലോണിമ. ഇത് ചൈനീസ് വിഭാഗത്തിൽപ്പെട്ട ചെടി തന്നെയാണ്. സ്ലോ ഗ്രോയിങ് ആണ്. വായുവിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു ചെടിയാണ്. എങ്കിലും ഇതൊരു പോയിസണായ പ്ലാന്റാണ്. കുട്ടികളെയും മൃഗങ്ങളെയും ഒക്കെ നമ്മൾ ഈ പ്ലാന്റിൽ നിന്നും മാറ്റി നിർത്തേണ്ടതാണ്. വെള്ളം റെഗുലറായി ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ചെടി കൂടിയാണ്. എപ്പോഴും വളം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഭംഗിയൊക്കെ വരുന്നത്. ചകിരിച്ചോറ് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. കളർഫുള്ളായ ഈ പ്ലാന്റിനെയും നമ്മുടെ ഗാർഡനിലേക്ക് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി അടുത്ത പ്ലാന്റാണ് കലാത്തിയ സിബ്ര പ്ലാന്റ്. നല്ല ലൈറ്റ് ഗ്രീൻ കളറിൽ ഡാർക്ക് ഗ്രീൻ കൊണ്ടുള്ള വരകളുള്ള നല്ലൊരു ഭംഗിയുള്ള ചെടിയാണിത്. വളരെ സ്ലോ ഗ്രോയിങ് ആണ്. വൈകുന്നേരമായാൽ ഇല പൂട്ടി രാവിലെ മാത്രമേ പിന്നെ വിടർന്ന് കിടക്കുകയുള്ളൂ. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. വെള്ളം ആവശ്യപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിനെയും നമ്മുടെ ഗാർഡനിലേക്ക് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനിയുള്ള പ്ലാന്റിൻ്റെ പേര് അല്പം ബുദ്ധിമുട്ടുള്ളൊരു പേരാണ്. കലേഡിയം ലിൻഡേനി മാഗ്നിഫിക്കം. മാലാഖയുടെ ചിറകുകൾ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇലകളുടെ ഈ ഷേപ്പ് തന്നെ ആവാം അങ്ങനെ ഒരു പേരിന് ഇത് വിധേയമായത്. ഇതൊരു കൊളംബിയൻ പ്ലാന്റ് ആണ്. മാക്സിമം ഒരു 40 സെൻറ്റിമീറ്റർ മാത്രമേ ഇത് വളരുകയുള്ളൂ. ജലം കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു ചെടി കൂടിയാണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റുമാണ്. ഇനിയുള്ള പ്ലാന്റ് വളരെ ഭംഗിയേറിയ ഒരു പ്ലാന്റാണ്. കലാത്തിയ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ഇലകൾ വളരെ കട്ടിയുള്ളതും സ്ട്രോങ് ആയ തണ്ടുമായിട്ടാണ് ഈ ചെടി കാണുന്നത്. ഒരു ഭാഗം നല്ല മെറൂൺ കളറും മറുഭാഗം നല്ല ഗ്രീനും കടുത്ത ഗ്രീൻ കളറുമായിട്ടാണ്. ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. ജലാംശം എപ്പോഴും ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. വെജിറ്റബിൾ വേസ്റ്റും മുട്ടയുടെ തൊണ്ടും ചാണകപ്പൊടിയും വളമായി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ള പ്ലാന്റ് അഗ്ലോണിമ വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. അഗ്ലോണിമ സിൽവർ എന്നാണ് ഇതിൻ്റെ പേര്.
പ്രായമെത്തിയ ഇലകളിൽ സിൽവർ കളർ പൊടി വിതറിയ പോലെ ഒരു എഫക്റ്റാണ് നമുക്ക് കാണാൻ പറ്റുക. ഫാസ്റ്റ് ഗ്രോയിങ് ആയ ഒരു പ്ലാന്റ് ആണ്. എപ്പോഴും വെള്ളം ആവശ്യപ്പെടുന്ന ഒരു ചെടിയാണ്. വെയിൽ തട്ടിയാൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. നമുക്ക് വെജിറ്റബിളിൻ്റെ വേസ്റ്റും മുട്ടയുടെ തൊണ്ടും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. നല്ല ഒരു ഇൻഡോർ പ്ലാന്റായും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ള ഒരു പ്ലാന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ്. നിങ്ങൾ ഇതിൻ്റെ പേര് അറിയുന്നവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ ആവശ്യപ്പെടുകയാണ്. ഗ്രീനും യെല്ലോയും പിങ്കുമായിട്ട് കളറുള്ള ഇതിൻ്റെ ഇലകൾ ഗാർഡനിന് നല്ല ഭംഗി നൽകുന്ന ഒരു ചെടിയാണിത്. ഞാൻ പുതുതായി നട്ടതിന് ശേഷം എനിക്കൊരുപാട് തൈകൾ ഇതിമെന്ന് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് ചെടിയാണ്. വെയിൽ തട്ടുന്ന ഭാഗത്ത് വെച്ചാൽ നല്ല ഭംഗി ഇതിൻ്റെ ഇലക്ക് കിട്ടും. കൂടുതൽ വെള്ളം ആവശ്യമില്ലാത്ത ഡെക്കറേറ്റീവായ ഒരു ചെടിയാണ്. ഇതുപോലെ അതിൻ്റെ തൈകൾ പൊട്ടി വരുന്നതാണ്. വെള്ളം കൂടുതൽ ആവശ്യപ്പെടാത്ത ചെടി ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഇൻഡോറായി വളർത്താൻ വളരെ ഭംഗിയാണ്. നല്ല ഡെക്കറേറ്റീവായി വളർത്തിയാൽ നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു ചെടിയാണ്. ഔട്ട്ഡോറായി വളർത്തുമ്പോൾ നമ്മൾ വലിയ ചട്ടികളിൽ നട്ടുകൊടുത്താൽ ഒരുപാട് തൈകൾ നമുക്ക് ലഭിക്കാനിടയുണ്ട്. ഇനി അഗ്ലോണിയം തന്നെ അതിൻ്റെ ഒരു വെറൈറ്റിയാണിത്. നല്ല ഭംഗിയുള്ള കളറാണ്. ഗ്രീനും ക്രീമും കൂടെ ചേർന്ന് വെളുത്ത തണ്ടുകളുള്ള ഈ പ്ലാന്റ് നല്ല വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഇൻഡോറാണ്. നല്ല നീളമുള്ള ഇലകളായി ഗാർഡനിലേക്ക് ഭംഗി കൂട്ടാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഇതും. വേനൽക്കാലമാണല്ലോ, നമ്മുടെ ചെടികളൊക്കെ വാടി നശിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ട്രിക്ക് ചെയ്യാം. ഇതുപോലെയുള്ള തളികകൾ വാങ്ങി നമ്മുടെ ചെടിച്ചട്ടിയുടെ ചുവട്ടിൽ വെച്ച് കൊടുക്കുക. നമ്മളിത് അകത്ത് ഇൻഡോറായിട്ട് വെക്കുന്ന ചെടികൾക്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്നാൽ ഇത് പുറത്തുള്ള ചെടികൾക്കും വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നനക്കുന്ന വെള്ളം ഡ്രെയിൻ ആയി പോകുന്നത് ഇതിലേക്ക് സേവ് ആവും. ആ വെള്ളം അതിലുള്ള കാരണം നമ്മുടെ ചെടിക്ക് എപ്പോഴും നല്ല നനവ് കിട്ടും. അതുകൊണ്ട് തന്നെ ചെടികൾ എല്ലാ സമയത്തും നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ചെടികളെക്കുറിച്ച് പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.